പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഊഷ്മളമായ വായനാ ദിനാശംസകൾ. നമ്മുടെ മനസ്സിനെയും ചിന്തയെയും സ്വാധീനിക്കുന്നതിൽ വായനയ്ക്കുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ്. വായിച്ച പുസ്തകങ്ങളിൽ നിന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്ന് തിരഞ്ഞെടുത്ത് അത് എങ്ങനെ എന്നെ സ്വാധീനിച്ചു എന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ച അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ അത് ഇത്രമേൽ മനോഹരവും ആഴത്തിലുള്ളതുമാകുമെന്ന് കരുതിയിരുന്നില്ല. എന്നാൽ വളരെ വ്യത്യസ്തമായ ശൈലിയിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ ഓരോ സന്ദർഭവും അനുഭൂതിജനകമായിരുന്നു. ചെന്നൈ നഗരത്തിന്റെ ചൂടും കളർ ടോണുകളും ചേർന്നതുപോലെ കത്തി നിൽക്കുന്ന ഒരു ക്യാമ്പസാണ് കഥയുടെ പശ്ചാത്തലം. അവിടെ വെളിച്ചവും നിഴലുമാകുന്ന രണ്ടു മനസ്സുകൾ, റാമും ആനന്ദിയും. ജീവിതത്തിന്റെ വ്യത്യസ്ത വഴികളിൽ നിന്ന് എത്തിയവർ. അവർ ഏറ്റുമുട്ടുന്നു, ശേഷം ചേർന്നു പോകുന്നു. റാം എന്ന കഥാപാത്രം ഒരു സംവിധായകനാകാൻ സ്വപ്നം കാണുന്നവനാണ്. പക്ഷേ അവന്റെ ദൃശ്യങ്ങളിൽ നിറയുന്ന ഭാവങ്ങൾ തീർത്തും അവന്റെ ഉള്ളിലെ ക്ലേശങ്ങളാണെന്നതാണ് സത്യം. അകലങ്ങളെയും അടുപ്പങ്ങളെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് വായനക്കാരന്റെ മനസ്സിലേക്ക് ഒരു വഴി തുറക്കുന്നു. അവൻ ആരെയൊക്കെയോ കാണാൻ ശ്രമിക്കുന്നു, പക്ഷേ ഒടുവിൽ കാണുന്നത് തന്നെയാണ്. ആനന്ദി സിനിമാ സ്കൂളിന്റെ റിസപ്ഷനിസ്റ്റ് ആണ്. കഠിനതയിൽ മറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിന്റെ രൂപം. റാമിനോട് അവളുടെ ആദ്യത്തെ പ്രതികരണങ്ങൾ കടുപ്പമായിരുന്നെങ്കിലും അതിനുള്ളിൽ നിലകൊണ്ടത് അയാളെ അറിയുവാനുള്ള ആഗ്രഹമായിരുന്നു. അവരുടെ ബന്ധം കത്തി നിൽക്കുന്ന പ്രണയമല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഇളം ചൂട്. കഥയിലെ മറ്റു കഥാപാത്രങ്ങളായ വെട്രി, രേഷ്മ, പാട്ടി, മല്ലി ഓരോരുത്തരും ആ ജീവിതത്തിന്റെ താളങ്ങളാണ്. പ്രത്യേകിച്ചും മല്ലി ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്നുള്ളവളായി തന്റെ ശാരീരികവും മാനസികവുമായ സംഘർഷങ്ങൾ മുഖേന കഥയ്ക്ക് ഒരു വ്യത്യസ്ത ആഴം നൽകുന്നു. മല്ലിയുടെ ഉള്ളിലെ വേദനയും പ്രതീക്ഷയും ചേർന്നുള്ള ഭാവം വായനക്കാരന്റെ മനസ്സിനെ മുഴുവനായി കീഴടക്കും. നോവലിന്റെ ഭാഷ ചലച്ചിത്രാത്മകവും കാവ്യാത്മകവുമാണ്. ഓരോ സംവാദവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഗീതം പോലെ. പുസ്തകം വായിക്കുമ്പോൾ അത് കാണുന്ന ഒരു അനുഭവമായി മാറുന്നു. ഓരോ അധ്യായവും ഒരു ദൃശ്യരൂപം. റാം കെയർ ഓഫ് ആനന്ദി ഒരു കഥയല്ല, അത് ഒരു അനുഭവമാണ്. യുവത്വത്തിന്റെയും അതിജീവനത്തിന്റെയും സ്വഭാവം മനോഹരമായി രേഖപ്പെടുത്തുന്ന, വായനാനുഭവത്തെ ഒരു ദൃശ്യാനുഭവമാക്കി മാറ്റുന്ന ഈ കൃതി നമ്മുടെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കും. നന്ദി.